സംസ്ഥാനത്ത് കാലവർഷം സജീവമാവുകയാണ്. ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് സംഭവിച്ചത്? ബീച്ചിൽ ഇത്രയും ആളുകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം, അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മിഥില? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 7 വയസ്സുകാരനെയാണ് 2 നാടോടികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതിയുള്ളത്. ആ 2 നാടോടികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പരാതി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന 7 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്താ മോനെ സംഭവിച്ചത്? നമ്മളെല്ലാവരും പശു ഉണ്ടായതിനെ കൊണ്ട് പശുവിന് പുല്ലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗേറ്റ് പൂട്ടുമ്പോൾ ഈ കുട്ടി നമ്മളെ അടുത്തുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇറങ്ങി ഇതൊക്കെ അവിടുന്ന് ഒരാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കി ഈ കുട്ടീനെ നോക്കി പുതിയായിട്ട് ഐസ് കമ്പീൻ്റെ മുമ്പിൽ നിന്ന് അപ്പം നമ്മളിങ്ങനെ ഇതാക്കാം. അപ്പോൾ ഇമ്മ വന്നുകൊണ്ട് നമ്മൾ ഇത്തിരി മുമ്പോട്ട് നടന്നിട്ടുള്ളൂ. ഇമ്മ ഈ കുട്ടീനെ വന്ന് ഇതിനുള്ളിൽ ഇങ്ങനെ ഒക്കത്തു കൂടെ കൈയിട്ട് ആ കുട്ടീനെ പൊന്തിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ ചാക്ക് തുറക്കാൻ വേണ്ടായപ്പോൾ നമ്മൾ ഇടീന്ന് വിളിച്ചപ്പോൾ ആ കുട്ടീനെ നിലത്തിട്ട് അയിമ ഓടിയിട്ട് കൊഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വൈത്താല് വന്ന്. അപ്പോൾ നമ്മൾ ഇമ ഇരിക്കുന്ന സ്ഥലം ഒളിച്ചെന്ന് കണ്ടിട്ട് നമ്മൾ ആൾക്കാരെ കൂട്ടി വന്ന്. അപ്പോൾ അവിടെ ഒരു പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരെയും കൂട്ടി നമ്മളിങ്ങോട്ട് വന്നു. ചാക്കിലിടാൻ നോക്കിയതാണോ? എന്താ സംഭവിച്ചത്? ചാക്കിലിടാൻ നോക്കിയതാ ഇമ ഐസ് കമ്പീൻ്റെ മുമ്പിൽ നിന്ന്. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേര്, ഒരാണും ഒരു പെണ്ണും, ഒരു മാത്രം. എപ്പോഴാണ് സമയം? എപ്പോഴായിരുന്നു? ഒരു 11-10. നിങ്ങൾ കളിക്കായിരുന്നോ? നമ്മൾ കളിക്കായിരുന്നു. മിഥില, ഇത് ഇവരെ പിടികൂടിയോ? പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ മിഥില? ഇവരെ കാണില്ല. ഇവര് പിന്നെ നമ്മൾ ആരെയും കുട്ടി ഇവിടെ എത്തിയപ്പോൾ ഉണ്ടാവും. വിജയകുമാർ, 2 പേരിപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. രണ്ടും ഈ നാടോടി ആളുകളാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ആ 7 വയസ്സുകാരനെ ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് ഈ കുട്ടികളും വരെയായിട്ട് ഓടി വരികയാണുണ്ട്. കുട്ടികളെ ആകെ പരിഭ്രാന്തരായിങ്ങനെ. ആ ചെറിയ കുഞ്ഞു മോനാണെങ്കിൽ പേടിച്ച് ഇപ്പം തന്നെ പനി വന്ന ലക്ഷണങ്ങൾ ആ കുട്ടി ആകെ വിറങ്ങലിച്ചു പോയി. ഇവർ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് കുട്ടീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് കുട്ടീനെ പൊന്തിച്ചാഞ്ഞ്. ഈ പൊക്കലിൽ കുട്ടീനെ നേരെ ചാക്കിലിടാൻ നിൽക്കുന്നവൻ്റെ കുട്ടികളെന്തായി കണ്ട് സാക്ഷികളായ കുട്ടികളാണ് അവർ. അത് പണ്ടേനോട് തൽക്കാലം രക്ഷപ്പെട്ട് ആ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കുട്ടീനെ കിട്ടാനുള്ളൊരവസ്ഥ ഉണ്ടായി. ഞാനിവരോട് നേരത്തെ ചോദിച്ചു, ഇത് മാത്രമല്ല, ഇവരെ കൂടെ വേറെ 2 ആളുകളുണ്ട്. ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ആ പരിധിയിൽ 2 ആളുകൾ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അവർ ഹിന്ദിക്കാരാണ്, ചോദിച്ചും പറഞ്ഞ് 2 ആൾ ഇത് കൂടാതെ 2 ആളുകളുണ്ടെന്നാണ്. ഇവർ സകലം മദ്യപിച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ചേർന്നിട്ടാണോ പോലീസിന് പിടിച്ചെടുത്തത്? അല്ല, അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് കുട്ടികളെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പിടിച്ച് കൊണ്ടുവന്നാണെന്നുള്ളത്. ഈ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വൈകാണ് ഈ കുട്ടീനെ നഷ്ടപ്പെടും. കേവലം 25,000 രൂപയ്ക്കാണ് കേരളത്തിൻ്റെ പുറത്തും വിവിധ പിന്നെ ദേശത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഹൃദയവും മറ്റുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് അതിന് ശൃംഖല വേറെ. നിങ്ങൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? നിങ്ങളാണോ പിടിച്ച് ഈ നാടോടി സ്ത്രീകളെ പോലീസിന് പറഞ്ഞു കൊടുത്തത്? നിങ്ങളാണോ? അതെ, നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടീനെ ചാക്കിലാക്കാൻ നോക്കി ഈമ. വിജയകുമാർ, ഇതാണ് സംഭവിച്ചത്. ആ കുട്ടികൾ അവിടെ നിൽക്കുന്ന സമയത്ത് 7 വയസ്സുകാരനെ പിടിച്ച് ചാക്കിലിടാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് കുട്ടികൾ പറയുന്നത്. ഉടൻ തന്നെ ഇവരെ ഈ നാടോടി സ്ത്രീകളുടെ പിന്നാലെ ഈ കുട്ടികൾ ഓടുകയും പിന്നീട് ബീച്ചിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ വിവരം അറിയിക്കുകയും അങ്ങനെയാണ് ഈ 2 നാടോടികൾ, ഒരു സ്ത്രീയും പുരുഷനുമുണ്ട്, ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓർക്കണം, പട്ടാപ്പകൽ കോഴിക്കോട് ബീച്ചിലാണ് ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. വിജയകുമാർ, മിഥില, ഇവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്? ഇപ്പോൾ നേരത്തെ നാട്ടുകാരൻ പറയുന്നത് ഇത് വലിയ സംഘമാണ്, വേറെയും ആളുകൾ ഇവരുടെ കൂടെയുണ്ട്, അപ്പോൾ ഇവരെ സൂക്ഷിക്കണമെന്നൊക്കെ നാട്ടുകാരൻ പറയുന്നുണ്ട്. അത് പോലീസിന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ കേവലം 2 പേരാകണമെന്നില്ലല്ലോ. ആ നാട്ടുകാരൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത്തരം സംഘങ്ങൾ വേറെയും ഉണ്ടാകും. അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാനുള്ള സമയം പോലീസിന് കിട്ടിയോ എന്നറിയില്ല, എങ്കിലും ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായും അത്തരം ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഉണ്ടായത്. നമുക്കറിയാം, ഇവിടെയൊക്കെ നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞപ്പം ഈ പരിസരത്തുള്ള ആളുകളാണ്, ഈ കുട്ടികൾ തന്നെയാണ് ഈ നാടോടി സ്ത്രീകളെ, അല്ലെങ്കിൽ നാടോടി സ്ത്രീയും ആ പുരുഷനെയും
പോലീസിനെ ഏൽപ്പിച്ചത് എന്ന് പറയുന്നു. ഭീകരമായ ഒരു സംഭവം. ആ കുട്ടി പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ആ 7 വയസ്സുകാരനുള്ളതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ കാണുന്ന ഈ കുട്ടികളാണ് ആ സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞത്. ആ ഒരു സമയത്ത് തന്നെ പോലീസിനെ ഇവർ ബീച്ചിലുണ്ടായിരുന്ന പോലീസിനെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെട്ടത്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. 2 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രം. ഇവരെ ഏതെങ്കിലും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സംഘങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നിലവിലിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 7 വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഈ കുട്ടിയെ പൊക്കിയെടുത്ത് ചാക്കിൽ കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ നാടോടി സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നാലെ കുട്ടികൾ വടിയും എടുത്ത് ഇവരെ പിന്നാലെ ഓടുകയായിരുന്നു. ബീച്ചിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് വിവരം പറയുന്നു. അങ്ങനെ പോലീസുകാർ ചേർന്ന് ഈ നാടോടി സ്ത്രീയെയും പുരുഷനെയും പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ. വിജയകുമാർ. മിഥില തുടരുക. കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ ഒരു 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത് ഇന്ന് രാവിലെയാണ്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിത ഇടപെടൽ മൂലമാണ് ആ തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിൽ നിന്ന് ഈ നാടോടികൾക്ക് പിന്തിരിയേണ്ടി വന്നത്. അവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾ അവരെ തടയുകയും അവിടെ ബഹളം വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് നാട്ടുകാരൊക്കെ ഓടിയെത്തി ചാക്കിലെ കുട്ടിയെ മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ദൃക്സാക്ഷികളായ മറ്റു കുട്ടികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നവർ പറയുന്നത്. ഈ 2 പേർ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നാടോടികളായ 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഇതൊരു സംഘമാണോ, ഇത് റാക്കറ്റാണോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. വിശദമായി അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പോലീസ് 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിത ഇടപെടലാണ് ഒരുപക്ഷെ വലിയ അപകടത്തിൽ നിന്ന് കാര്യങ്ങൾ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ മറ്റൊന്നാകുമായിരുന്നു സംഭവം, അല്ലേ? ഈ ആളുകളെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 2 പേർ സ്ഥിരം ഈ ബീച്ചിലും ഈ പരിസര പ്രദേശങ്ങളിലും എത്തുന്നവരാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതോ ഇങ്ങനെ കറങ്ങിയും ഇന്ന് അവിടെ എത്തിയവരാണോ? വിജയകുമാർ, അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. സർ, എപ്പോഴാണ് ഈ ഒരു സംഭവം നിങ്ങളുടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? പോലീസിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഞങ്ങൾ പിന്നെ പെട്രോളിംഗ് നടത്തുമ്പോൾ പിന്നെ ബീച്ച് ഭാഗത്ത് വരുമ്പോൾ ഒരു കുട്ടി ഒന്ന് ഓടി വന്നു. സാർ പെട്ടെന്ന് ഒരു കുട്ടിയെ പിന്നെ തട്ടിക്കൊണ്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ നാട്ടുകാർ ഇവിടെ തടഞ്ഞു വെച്ച അവസ്ഥ കണ്ട് ഉടനെ തന്നെ അവരെ പിന്നെ പ്രൊട്ടക്റ്റ് നിർത്തി, നാട്ടുകാരുടെ നിന്ന് പിന്നെ അടിയൊന്നും കിട്ടാതെ പ്രൊട്ടക്റ്റ് നിർത്തി തുടർന്ന് സ്റ്റേഷനിൽ വണ്ടീനെ വരുത്തി അവരെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോയത്. വെള്ളയിൽ സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? വെള്ളയിൽ സ്റ്റേഷൻ ലിമിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അധികാര പരിധി അവരാണ് കൊണ്ടുപോയത്. സാറിൻ്റെ അടുത്തായിരുന്നു കുട്ടികൾ വന്ന് വിവരം പറഞ്ഞത്? അതെ, ഞങ്ങൾ പെട്രോളിംഗ് നടത്തി ഇങ്ങോട്ട് ഈ ഭാഗത്ത്. അതെ വിജയകുമാർ, തീർച്ചയായും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്താണ് കുട്ടികൾ വന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ശേഖരിക്കാം. സർ, എന്താണ് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് വന്ന് കുട്ടികൾ പറഞ്ഞത്? എന്താണ് അവിടെ സംഭവിച്ചതായി അവർ പറയുന്നത്? സാറ് പെട്ടെന്ന് വരും, പിന്നെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടാൻ നോക്കുന്നു, പിന്നെ ചാക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആൾക്കാർ തടഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ ആ കുട്ടിയെ നമ്മളെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ ഉടനെ ജസ്റ്റ് തൊട്ട് മുമ്പ് തന്നെ ഒരു 100 മീറ്റർ ഇല്ല അതിന് ഇവിടെ എത്തുമ്പോൾ ആളുകൾ ഇത്ര ആളുകൾ സംഘടിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് ഇവരെ ആളുകൾ കൈകാര്യം ചെയ്യുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ നമ്മളവർ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. ഉടനെ പിന്നെ കൺട്രോൾ റൂമിലും പിന്നെ വെള്ളി സ്റ്റേഷൻ വിവരം അറിയിച്ചാൽ അവിടുന്ന് കൺസേൺ സ്റ്റേഷനിൽ ഓഫീസർ വന്നിട്ട് അവരെ കസ്റ്റഡിയിലെടുത്തു. നമ്മൾ പിന്നെ ഇവിടെ കുട്ടിയെ രക്ഷിതാളായിട്ട് ഒരാൾ വന്ന് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ പറയപ്പെടുന്ന നാടോടികൾ ഇതിന് മുന്നേ ഈ ഭാഗങ്ങളിൽ കണ്ടതായിട്ട് ഓർമ്മ? നിങ്ങൾ പെട്രോളിംഗ് നടത്തുന്ന ടീമാണല്ലോ, അങ്ങനെ കണ്ടതായിട്ടുള്ള ഓർമ്മ? ഈ വ്യക്തികൾ കണ്ടില്ല, പലരും കാണാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സദ്യയിൽ മുഖപരിചയം തോന്നുന്നില്ല. പലരും കാണാറുണ്ട്, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറ്. ഇവരെങ്ങനെ വരുന്ന ആളുകൾ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി സംഭവിക്കുന്നതാണ് ഇത്തരത്തിൽ നാടോടികൾ വന്നിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. നമ്മൾ പട്ടാപ്പകൽ കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇത് ഭയാനകമല്ല ഈ ഒരു സ്ഥിതി? അതെ, ഇത് വളരെ ഭയാനം തന്നെയാണ്. ഇതിൽ പിന്നെ നമ്മളെ പോലീസ് മാത്രമല്ല നാട്ടുകാരും ശരിക്കും പിന്നെ ഇതിൽ ബോധവടാവുകയും പിന്നെ എല്ലാവരും ഒരു നമ്മളിതിന് ശരിക്കും ഒരു സർവൈലൻസിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് ഒരു പരിധിവരെയൊക്കെ പോലീസിന് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കുട്ടികളെ ശ്രദ്ധപ്പെട്ടുകൊണ്ടാണ്, ആ കുട്ടികളുടെ ഒരു ഇടപെടലാണ് കൂടുതലും ഇതിൽ പിന്നെ തുണയായത്. അവരെ മുന്നിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് അവരെ പിടിക്കാൻ കഴിഞ്ഞത്. കുട്ടികൾ പറയുന്നത് കുട്ടീനെ കഴുത്തിന് കൂട്ടി പിടിച്ച് പിന്നെ വലിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ഒച്ച ഈ പറയുന്ന ചാക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം? ചാക്ക് കയ്യിലുണ്ട്. ഈ ചാക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് കുപ്പിയൊക്കെ എടുത്തുകാൻ പിന്നെ അതിൽ നിറയ്ക്കുന്നുണ്ട്. ഒരു കത്തിയുണ്ട്, പിന്നെ ഒരു ചാക്കുണ്ട്. പിന്നെ അവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ചെറിയൊരു പേനാക്കത്തിയുണ്ട്, ഒരു ചാക്കുണ്ട്.
അല്ല ഇവിടെ കാലിച്ചാക്ക ഇപ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് പിന്നെ അവർ അത് കുറേ കുപ്പികൾ പെറുക്കിയിടുന്നുണ്ട് ഇവിടെ ഫുട്പാത്തിൽ വെച്ച് പിന്നെ പിടിക്കുന്നു തോന്നിയപ്പോൾ ആക്ട് ചെയ്താണോ അങ്ങനെ? ഒന്നും പറയാനില്ല. നമ്മൾ വരുമ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ കുപ്പി എങ്ങനെ ചാക്ക് പെറുക്കിയിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സാർ വരുന്ന സമയത്ത് പിള്ളേർ ഇവിടെ തടഞ്ഞു വെച്ചതായിരുന്നു, എന്താണ് ശരിക്കും? പിള്ളേരുണ്ട് കുറച്ച് നാട്ടുകാരുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് മുന്നേ നമ്മൾ ഓപ്പൺ സ്റ്റേജിൻ്റെ ഭാഗത്ത് അവിടുന്ന് പെട്രോളിങ്ങിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി വന്ന് പറയുന്നത് സാർ പെട്ടെന്ന് വരെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് വരണമെന്നാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ ഇവർ ഫുട്പാത്തിൽ അവിടെ ഇരുന്നിട്ട് ഈ കുപ്പി നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മംഗലാപുരം ഞാൻ ചോദിച്ചപ്പോൾ മംഗലാപുരം മലയാളം ശരിക്കും സംസാരിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ഇവിടെ മംഗലാപുരത്താണ് പിന്നെ അവർ സ്വദേശം ഇവിടെ താമസിക്കുന്നതെന്നാണ്. ശ്രീനിവാസൻ പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി രണ്ട് പേരാണ്. ശ്രീനിവാസൻ ലക്ഷ്മി അങ്ങനെ പേരാണ് അവർ ചോദിച്ചാൽ പറഞ്ഞത്. അവർ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളവരാണ്. അത്ര എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ അന്വേഷണത്തിൽ മതി അറിയാൻ പറ്റും. പക്ഷേ മലയാളം നന്നായിട്ട് അറിയാം, മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം തന്നെ നടന്നു അവിടെ. അത് ഞങ്ങൾ നേരിട്ട് കാണുന്നില്ല, കുട്ടികൾ മിഥില,